പള്ളിയിൽ നിന്ന് പിരിവിന് വരാറുണ്ട് ആൾക്കാർ, പള്ളി നിർമ്മാണമൊക്കെയായി ബന്ധപ്പെട്ട്. അപ്പം നമ്മൾ അവർക്ക് പിരിവ് കൊടുക്കുന്ന സമയത്ത് നമുക്കതൊരു ഔദാര്യമായിട്ട് തോന്നാറുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കാം. ഒരു ചരിത്രം പറയാം. ഹുനൈൻ യുദ്ധാനന്തരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുതിയതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾക്ക് ഗനീമത്ത് സ്വത്തിൽ നിന്ന് കൂടുതലായിട്ട് കൊടുത്തു. ഇത് അൻസാരികളായ ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിൽ പ്രയാസമുണ്ടായി. ചില ആളുകൾ അത് പ്രകടിപ്പിച്ചു. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞു. അങ്ങനെ പ്രവാചകൻ അവരെല്ലാം ഒരുമിച്ച് കൂട്ടി അവരോട് നടത്തിയൊരു സംസാരമുണ്ട്. പ്രവാചകൻ പറയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഈ അൻസാരികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, മുഹമ്മദേ, നീ നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടവനായിരുന്നു, നിനക്ക് ഞങ്ങളാണ് അഭയം തന്നത് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം എന്ന് പ്രവാചകൻ അവരോട് പറയാണ്. ഒരു പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്, പക്ഷേ നിങ്ങൾ ഹിദായത്തില്ലാത്ത ആളുകളായിരുന്നു, എന്നിലൂടെയാണ് അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയത്. നിങ്ങൾ സമ്പത്തില്ലാത്ത ആളുകളായിരുന്നു, എന്നിലൂടെയാണ് അള്ളാഹു നിങ്ങളുടെ ദാരിദ്ര്യത്തെ നീക്കിയിട്ടുള്ളത്. നിങ്ങൾ പരസ്പരം പോരടിക്കുന്ന ആളുകളായിരുന്നു, എന്നിലൂടെയാണ്, ഇസ്ലാമിലൂടെയാണ് അള്ളാഹു നിങ്ങളിൽ ഒത്തൊരുമുണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ അള്ളാഹു ആണ് നിങ്ങൾക്ക് ഔദാര്യം ചെയ്തത് എന്ന് പ്രവാചകൻ സംസാരിച്ചപ്പോൾ അൻസാരികളായ മുഴുവൻ ആളുകളും ഉറക്കെ വിളിച്ചു പറയാണ്, അള്ളാഹുവും അവൻ്റെ റസൂലും ഞങ്ങളോട് ഔദാര്യം കാണിച്ചിരിക്കുന്നു എന്ന്. വിശുദ്ധ ഖുർആൻ 49 അധ്യായം 17 വചനം അള്ളാഹു പറയാണ്, യമുന്നൂന അലൈക അൻ അസ്ലമൂ ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമകും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ ഇൻ കുൻതും സാദിഖീൻ. എന്താ അല്ലാഹു പറയുന്നത്? യമുന്നൂന അലൈക അൻ അസ്ലമു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആയത്തിൻ്റെ ഒക്കെ അവതരണ പശ്ചാത്തലം അറാബികളുമായി ബന്ധപ്പെട്ടാണ്. അവർ പ്രവാചകൻ്റെ അടുക്കൽ വന്ന് പറയാണ്, ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചു, വലിയ ഔദാര്യമായിക്കൊണ്ട് പറയാണ്. അവർ പ്രവാചകനോട് പറയാണ്, മറ്റുള്ള എല്ലാ ആളുകളും തങ്ങളോട് യുദ്ധം ചെയ്തതിന് ശേഷമാണ് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്, എന്നാൽ ഞങ്ങൾ അങ്ങയോട് ഒരു യുദ്ധം പോലും ചെയ്യാതെയാണ് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് ഔദാര്യമാക്കിക്കൊണ്ട് അവർ പ്രവാചകനോട് പറയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും. പ്രവാചകരെ, താങ്കൾ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ എൻ്റെ മേൽ ഔദാര്യമായിട്ട് നിങ്ങളുടെ ഇസ്ലാമിനെ പറയേണ്ടതില്ല. നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചത് എനിക്കൊരു ഔദാര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പറയേണ്ടതില്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, ബലില്ലാഹു യമുന്നു അലൈക്കും അൻഹദാക്കും ലിൽ ഈമാൻ. യഥാർത്ഥത്തിൽ അള്ളാഹു നിങ്ങൾക്കാണ് ഔദാര്യം നൽകിയിട്ടുള്ളത്. എങ്ങനെ? ഹിദായത്ത് നൽകിക്കൊണ്ട്, ഈമാനിലോട്ട് ഹിദായത്ത് നൽകിക്കൊണ്ട് അള്ളാഹു നിങ്ങൾക്കാണ് ഔദാര്യം നൽകിയിട്ടുള്ളത്. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ എന്ന്. അപ്പോൾ അങ്ങനെയുള്ള സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ് എന്നാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, അവർ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പ്രവാചകൻ എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഒരിക്കലുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ ഇസ്ലാം മതം സ്വീകരിച്ചാൽ ആർക്കാണ് നേട്ടം? ഇസ്ലാം മതം ആരാണോ സ്വീകരിക്കുന്നത് അവർക്കാണ് നേട്ടം. നമ്മളിതൊരു കച്ചവടമായിട്ട് താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ബിസിനസ് തുടങ്ങിയാൽ അതൊരു പ്രൊഡക്റ്റ് ബിസിനസ് ആണെങ്കിൽ മറ്റൊരാൾ അത് വാങ്ങിയാലേ നമ്മുടെ ബിസിനസ്സിന് നിലനിൽപ്പുള്ളൂ. ചിലപ്പോൾ ഒരാൾ അവർക്ക് ആവശ്യമില്ലെങ്കിൽ പോലും നമ്മുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ ഒരുപക്ഷെ അയാൾ നമ്മോട് കാണിക്കുന്ന ഒരു ഔദാര്യമായിരിക്കും അത്. എന്നാൽ ഇസ്ലാം മതത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആളെ കൂട്ടാനുള്ള ഒരു മതമല്ല. ഇതിൽ ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും ഇസ്ലാം മതം അതേപോലെ നിലനിൽക്കും. എന്നാൽ നമ്മൾ ഇസ്ലാം സ്വീകരിച്ചാൽ നമുക്കാണ് അള്ളാഹുവിൻ്റെ ഔദാര്യം ലഭിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇസ്ലാമിലോട്ട് ഒരാളെയും നിർബന്ധിപ്പിച്ച് മതപരിവർത്തനമില്ല എന്ന് പറയാൻ കാരണം. നമ്മളോട് ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ ധനം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെലവഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് നമ്മൾ ചെലവഴിക്കുന്നത് പോലും. അള്ളാഹു നമുക്ക് ഔദാര്യം നൽകിയത് കൊണ്ടാണ് നമുക്ക് ചെലവഴിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അതൊരിക്കലും കഴിയുകയില്ല. കാരണം ആ ചെലവഴിച്ചാലും നമ്മൾ ഇസ്ലാം മതം സ്വീകരിച്ചാലും എന്തൊക്കെ നന്മ ചെയ്താലും അതിൻ്റെ മെച്ചവും നേട്ടവും നമുക്ക് തന്നെയാണ് എന്ന ബോധം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.